വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ഇന്നൊരു പൊങ്കാലയുണ്ട്. കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രത്തിലാണ് പൊങ്കാല ഇടുന്നത്. സോ അതിന് വേണ്ടിയിട്ട് സിന്ധു ആൻറ്റിയൊക്കെ ഉച്ചയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പൊങ്കാല ഇടുന്നത് ഈവനിങ് ആണ്. സോ സിന്ധു ആൻറ്റി നല്ല സുന്ദരിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ മഹിച്ചേട്ടനും ഉണ്ട്, അച്ഛനെ ഡ്രൈവിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. മഹിച്ചേട്ടൻ തമ്പാനൂരിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. സിന്ധു ആൻറ്റി അങ്ങനെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. കലമൊക്കെ സിന്ധു ആൻറ്റി തന്നെ നോക്കിയെടുത്താലേ അത് ശരിയാവുള്ളൂ. കലവും പിന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എല്ലാം ആ ഒരു അളവൊക്കെ സിന്ധു ആൻറ്റിക്കാണ് കറക്റ്റായിട്ട് അറിയാമെന്നുള്ളത്. ഞാനൊരു ഹാഫ് സാരിയാണ് ഉടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ കോളേജിലെ പൊങ്കൽ സെലിബ്രേഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ഹാഫ് സാരി ആയിരുന്നു ഇത്. സിന്ധു ആൻറ്റി വന്ന പാടെ നല്ല ബിസി ആയിട്ടുണ്ട്. കാരണം പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മയും സിന്ധു ആൻറ്റിയും കൂടെ. അങ്ങനെ വാഴയില വെട്ടാനൊക്കെ വേണ്ടിയിട്ട് സിന്ധു ആൻറ്റി പോവുകയാണ്. പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാവരും നല്ല ബിസി ആയിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മെയിൻലി ഈ വാഴയില എടുക്കുന്നതിൻ്റെ കാര്യം, പാത്രം നമുക്കപ്പോൾ കഴുകേണ്ട ആവശ്യമില്ലല്ലോ. വാഴയില ആകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഡിസ്പോസ് ചെയ്യാനും പറ്റുമല്ലോ. ദെൻ ഞങ്ങൾ ഒട്ടും വൈകാതെ തന്നെ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. അച്ഛനാണ് തമ്പാനൂർ വരെ ഡ്രൈവ് ചെയ്യുന്നത്. അതിനുശേഷം മഹിച്ചേട്ടനായിരിക്കും ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി ഞങ്ങൾക്ക് ആ റോഡ് അത്ര ക്ലിയർ അല്ല. അച്ഛൻ ആ ക്ഷേത്രത്തിൽ പോയിട്ടേ ഇല്ല, ഞാനും പോയിട്ടില്ല. പക്ഷേ അമ്മയും സിന്ധു ആൻറ്റിയും ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. മഹിച്ചേട്ടനാണെങ്കിൽ എപ്പോഴും പോകുന്ന ഒരു ക്ഷേത്രമാണ്. സോ ചേട്ടനും റോഡൊക്കെ നല്ല തിട്ടമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ വാങ്ങിച്ചു. അമ്മ സിന്ധു ആൻറ്റിക്ക് പൂവൊക്കെ ചൂടി കൊടുക്കുകയാണ്. എനിക്ക് ഈ ഒരു ടൈമിൽ നല്ല പനിയാണ്. അത് പക്ഷെ മുഖത്ത് കണ്ടാൽ പറയില്ല. തൊണ്ടവേദനയും എല്ലാമായിട്ട് നല്ല പോലെ വയ്യാണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കഴിച്ച ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റീസൺ. ദെൻ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. മഹിച്ചേട്ടൻ വന്നു. ഇതാണ് മഹിച്ചേട്ടൻ. എനിക്ക് ചേട്ടൻ്റെ കൂടെ ഉള്ള ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ആ ഒരു സ്ഥലത്ത് റീച്ച് ആവുന്നത് അറിയേയില്ല. ചേട്ടൻ ഭയങ്കര ഫണ്ണാണ്. നമ്മളത് കേട്ട് ചിരിച്ച് അവിടെ എത്തുമ്പം നല്ല ടയേർഡാവും. അതുപോലെ ചിരിക്കും. അത്ര രസമായിരിക്കും മഹിച്ചേട്ടൻ്റെ കൂടെ പോകുന്നത്. ഈ തവണയും അതിനൊരു മാറ്റമേ ഉണ്ടായിരുന്നില്ല. സിന്ധു ആൻറ്റിയും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഭയങ്കര രസമായിരുന്നു ഈ ഒരു ട്രിപ്പ്. എൻ്റെ ലൈഫിൽ ഒരു അൺഫോർഗറ്റബിൾ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. എനിക്ക് പനിയും തൊണ്ടവേദനയുള്ള കാര്യമൊക്കെ ഞാൻ മറന്നേ പോയി. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഇനി അമ്പലത്തിലേക്ക് പോവാണ്. ചായയൊക്കെ കുടിച്ചതിന് ശേഷം എനിക്ക് കുറച്ച് ആശ്വാസമായി. കാരണം തൊണ്ടവേദനയൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞു. ഞങ്ങൾ പോകുന്ന വഴിയിൽ നല്ല മഴയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്രയും മഴയില്ലായിരുന്നു. പക്ഷെ കൊല്ലത്തോട്ട് അടുക്കും തോറും നല്ല മഴയുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും സിന്ധു ആൻറ്റി പാട്ടൊക്കെ പാടി തുടങ്ങി. സിന്ധു ആൻറ്റി അത്യാവശ്യം നല്ലപോലെ പാട്ടൊക്കെ പാടും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കേട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അമ്പലത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ഈ ജങ്കാറ് കയറിയിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ ജങ്കാറിലൊക്കെ കയറി. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണിത്. ഞങ്ങൾ തവി വാങ്ങിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. സോ അച്ഛൻ ഓടിച്ചെന്ന് തവിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഒരു 3 to 5 minutes ട്രാവലേ ഉള്ളൂ ഈ ജങ്കാറിൽ. ജസ്റ്റ് അപ്പുറത്താണ് അമ്പലം. അങ്ങനെ ജങ്കാറിലൊക്കെ കയറി ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട്. ഞങ്ങൾ ചെന്ന ഉടനെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യായിരുന്നു. അവിടെ തന്നെ ഒരു ഷെഡൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അവർ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ളവർക്ക്. സോ മഴയായാലും ഒന്നും ഒരു ഇഷ്യൂ ഉള്ള കാര്യമേ അല്ല. ഞങ്ങൾ ചെന്ന ടൈമിൽ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ഷെഡ് ഫുൾ ആളായിട്ടുണ്ടായിരുന്നു പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല അറേഞ്ച്മെൻറ്റ്സ് ആണ് എല്ലായിടത്തും.
ഇപ്പം തന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല പൊങ്കാല ഇടാനായിട്ടൊന്നും. എസ്പെഷ്യലി മഴയാണെങ്കിൽ നമുക്ക് ഒട്ടും പറ്റുന്ന കാര്യമല്ലല്ലോ. പക്ഷേ ഇവരിങ്ങനെ ഷെഡൊക്കെ കെട്ടിയോണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് നിന്ന് പൊങ്കാല ഇടാനൊക്കെ സാധിച്ചു. അങ്ങനെ അടുപ്പിൽ കലമൊക്കെ വെച്ചു. ഇനി പൊങ്കാല തിളച്ചതിന് ശേഷം വേണം ഞങ്ങൾക്ക് തൊഴാൻ പോകാൻ വേണ്ടിയിട്ട്. പൊങ്കാലയെല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. തിരുമേനി വന്നു നെയ്തിച്ചു. അതിനുശേഷം നമ്മളിങ്ങനെ അവിടെ ഉള്ളവർക്കെല്ലാം പായസം കൊടുക്കണം. ഈ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞതിന് ശേഷം പായസം ഞങ്ങൾ ബിഗ് ഷോപ്പറിലാക്കി വെക്കുകയാണ്. ഇനി വേണം എനിക്കും അമ്മയ്ക്കും സിന്ധു ആൻറ്റിക്കും കൂടെ അമ്പലത്തിൽ പോയി തൊഴാനായിട്ട്. അച്ഛനും മഹിച്ചേട്ടനും നേരത്തെ തന്നെ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. പൊങ്കാല ഇട്ടു, നല്ല ഭംഗിയായിട്ട് തൊഴാനും ഒക്കെ സാധിച്ചു. മഴയായതുകൊണ്ട് തന്നെ അധികം ആളുണ്ടായിരുന്നില്ല തൊഴാനും ഒക്കെ ആയിട്ട്. നോർമലി ഇവിടെ ക്യൂ നിന്നിട്ട് വേണം തൊഴാൻ. പക്ഷെ അന്ന് മഴയായതുകൊണ്ട് അധികം ആളില്ലായിരുന്നു. കാട്ടിൽ മേക്കതിൽ അമ്പലം എന്ന് പറയും. അതുപോലെ തന്നെ മണികെട്ട് അമ്പലമെന്നും നമ്മൾ പറയാറുണ്ടല്ലോ. ഓരോരുത്തരുടെ ആഗ്രഹം സാധിക്കാനും വിഷമങ്ങൾ മാറാനും ഒക്കെയാണ് ഇവിടെ മണി കിട്ടാറ്. ഇങ്ങനെ ഈ കാണുന്ന മരത്തിന് ചുറ്റും ഇങ്ങനെ മണികൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു. അംബശാംഭവി ചന്ദ്രമൗളിരബലാഭരണ ഉമാ പാർവതേ കാളി ഹൈമവതി ശിവാ ത്രിനയനി കാത്യായനി ഭൈരവി സാവിത്രി നവയൗവന ശുഭകരി സാമ്രാജ്യ ലക്ഷ്മി പ്രദാ ചിത്രൂപി പരദേവതാ ഭഗവതി ശ്രീ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ദീപാരാധനയായിരുന്നു. അതൊക്കെ തൊഴുത്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് പോയത്. ഇവിടെ ഞങ്ങൾ ജങ്കാറിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആളുകൾ കുറച്ചായാലേ ജങ്കാർ എടുക്കുള്ളൂ. സോ ആളുകളൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോഴും നല്ല മഴയുണ്ടായിരുന്നു. അതാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കുടയൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ച് കാറിലേക്ക് കയറി. നല്ല മഴയുണ്ടായിരുന്നു. സോ അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ പൊങ്കാല വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ബൈ.